നമസ്തേ പ്രശ്നേട്ടാ. നമസ്കാരം. പിന്നെ അങ്ങനെ കാണാൻ കുറേ ദിവസമായി ആഗ്രഹിക്കുന്ന ഒരു സംശയം ചോദിക്കാൻ വേണ്ടി എൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്നു. അപ്പോൾ ഇന്ന് ഓണം ദിവസം കണ്ടുമുട്ടിയതിൽ വളരെ സന്തോഷം. അപ്പോൾ അങ്ങയുടെ ഒരു കാര്യം ചോദിക്കുകയാണ്. നമ്മുടെ ഈ അമേരിക്ക നമ്മുടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഒരു 50% താരിഫ് ഏർപ്പെടുത്തി. അപ്പോൾ ട്രംപ് ഈ നടപടിയെക്കുറിച്ച് അങ്ങയുടെ ഒരു വിശദീകരണം കിട്ടിയാൽ നന്നായിരുന്നു. നല്ലൊരു ചോദ്യമാണ്. അതായത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% താരിഫ് ഏർപ്പെടുത്തി. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളൊന്ന് സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ എന്താണെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് വൈകി എന്നുള്ളതാണ്. കാരണം ഇത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. നരേന്ദ്രമോദി പഴയ നരേന്ദ്രമോദിയാണ്, പക്ഷേ ഇന്ത്യ പഴയ ഇന്ത്യ അല്ല. പണ്ട് ഇന്ദിരാഗാന്ധി ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ അമേരിക്കയ്ക്ക് മറ്റ് പല രാജ്യങ്ങൾക്ക് പാകിസ്ഥാൻ അടക്കം അണുവായുധങ്ങളുണ്ട്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും അണുവായുധം പരീക്ഷിക്കേണ്ട അവസ്ഥാവിശേഷം വന്നപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിത്തിരിച്ചു. അന്ന് അമേരിക്ക ഇന്ത്യയോട് പറഞ്ഞത് കയറിപ്പോവാനാണ്. അത് പൊട്ടിക്കാൻ കഴിയില്ല, പൊട്ടിച്ചാൽ ഭാരതത്തിന്റെ നേരെ അവർ ഉപരോധം ഏർപ്പെടുത്തും. അത് കേട്ടോ നമുക്ക് അന്നത്തെ സമയത്ത് നമുക്കൊരു കാരണവശാലും അതിനെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു ശക്തി ആയിരുന്നില്ല ഭാരതം. എന്നാൽ ആ ഭരണമൊക്കെ മാറിയതിനു ശേഷം അടൽ ബിഹാരി വാജ്പേയി അധികാരത്തിൽ വന്ന സമയത്ത് പൊക്രാനിൽ 1, 2, 3 എന്നിങ്ങനെ 6 എണ്ണം നിരയായിട്ട് പൊട്ടിച്ചു. ഇത് പൊട്ടിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ട് കൊണ്ടുവന്നൊന്നുമല്ല, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെതാണ് സാധനം. പക്ഷേ ആണൊരുത്തൻ നേരെ നിന്നിട്ട് നോക്കുന്നത് പൊക്രാനിൽ അണുപരീക്ഷണം നടത്താൻ ഇന്ത്യ മഹാരാജ്യം തയ്യാറായപ്പം എങ്ങനെ അമേരിക്ക അത് കണ്ടുപിടിച്ചു, ഇതാണ് നമ്മൾ ചിന്തിച്ചത്. അപ്പോൾ അമേരിക്കയുടെ സൂപ്പർ കമ്പ്യൂട്ടർ കണ്ടുപിടിക്കാൻ കഴിയാത്ത രീതിയിൽ എങ്ങനെ ഇത് പൊട്ടിക്കാം, ഇതാണ് അന്ന് അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹത്തിൻ്റെ അനുയായികൾക്ക് കൊടുത്ത നിർദ്ദേശം. അതനുസരിച്ച് ആ രീതിയിലേക്ക് ഇന്ത്യ മഹാരാജ്യം എത്തിയ സമയത്ത് പൊക്രാനിൽ അണുപരീക്ഷണം നടന്നതിന് ശേഷം ചില ജെയിംസ് ബോണ്ട് സിനിമയിലൊക്കെ കാണുന്നത് പോലെ പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നായകൻ ചെന്നിട്ട് പത്രക്കാരുടെ മുമ്പിൽ നിന്നിട്ട് ഞങ്ങൾ ഇന്നത് ചെയ്തു എന്ന് പത്രസമ്മേളനം നടന്ന സമയത്താണ് ഈ പറയുന്ന പൊട്ടൻ അമേരിക്ക മനസ്സിലാക്കിയത് ഇന്ത്യയിൽ പൊട്ടി ഇത് മനസ്സിലാക്കിയത്. അപ്പോഴത്തേക്ക് നമുക്കെതിരെ ഉപരോധമൊക്കെ ഏർപ്പെടുത്തി. നമ്മൾ പറഞ്ഞു പോടാവില്ലെന്ന്. അന്ന് അവർ ഏർപ്പെടുത്തിയ ആ ഉപരോധം അതിജീവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, പക്ഷേ നമുക്ക് ആ കഷ്ടപ്പാടിനെ അതിജീവിക്കാൻ സാധിച്ചതോടുകൂടി ഇന്ത്യ മഹാരാജ്യത്തിന് ഒരു വലിയ ആത്മവിശ്വാസം ഉണ്ടായി. ആ ചുവട് പിടിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി ഇന്ന് അധികാരം കൈയാളുന്നത്. ട്രംപ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മോദി എൻ്റെ ആത്മസുഹൃത്താണെന്ന്. നരേന്ദ്രമോദി തിരിച്ചും ആ ഒരു ബന്ധം ഇതിൽ കൂടെ കടത്തിവിടാം എന്നാണ് ഡൊണാൾഡ് ട്രംപ് വിചാരിച്ചതെങ്കിൽ നരേന്ദ്രമോദിയെ അദ്ദേഹം മനസ്സിലാക്കിയില്ല എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാവേണ്ടത്. കാരണം വ്യക്തിപരമായ ബന്ധത്തെക്കാൾ കൂടുതൽ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പം പണ്ടും നരേന്ദ്രമോദി എടുത്തിട്ടുള്ള നിലപാട് രാഷ്ട്രത്തിന് അനുകൂലമായിട്ടായിരുന്നു. അമേരിക്ക പോലൊരു രാജ്യത്തിൻ്റെ കാൽക്കൽ അടിയറവ് പറയുവാൻ നരേന്ദ്രമോദിയോ ഇനി BJP ഭരിക്കുന്ന NDA ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയും, നരേന്ദ്രമോദി മാറിയിട്ട് വേറെ ആര് വന്നാലും ശരി തന്നെ, അവരാരും ചെയ്യില്ല. കാരണം രാഷ്ട്രസ്നേഹം എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല, അത് അവൻ്റെ മനസ്സിൽ നിന്ന് അവൻ്റെ രക്തത്തിൽ നിന്ന് അവൻ്റെ DNA ആണ്. അങ്ങനെയുള്ള ഒരു ഭാരതത്തിൻ്റെ ഉത്തമപുത്രനായിട്ടുള്ള നരേന്ദ്രമോദിക്ക് ഇതേ ചെയ്യാൻ കഴിയുള്ളൂ. ഇനി നരേന്ദ്രമോദി എന്താണ് ചെയ്തത് എന്ന് വെച്ചാൽ ബദ്ധശത്രുവായിരുന്ന ചൈനയെ നമ്മൾ കൂട്ടുപിടിച്ചു. നമ്മളെ സഹായിച്ചുകൊണ്ടിരുന്ന റഷ്യയെ നമ്മൾ കൂട്ടുപിടിച്ചു. റഷ്യയും ചൈനയും ഇന്ത്യയും ഒന്നിച്ചാൽ ലോക ജനസംഖ്യയുടെ 30-35% വരുന്ന രീതിയിലേക്ക് വരുന്ന ഒരവസ്ഥയാണ്. പാകിസ്ഥാന് സഹായം കൊടുത്തിട്ട് പാകിസ്ഥാനിൽ നിന്ന് ടെററിസ്റ്റുകളെ ഇന്ത്യയിലേക്ക് കയറ്റിവിട്ട് ഇവിടെ ആഭ്യന്തര കുഴപ്പമുണ്ടാക്കാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഈ പറയുന്ന ചൈന. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ പ്രസിഡന്റിന് ചൈനയുടെ ഭരണാധികാരി ഒരു കത്തെഴുതുന്നു. കത്തിൻ്റെ ഉള്ളടക്കം ഇതായിരുന്നു: ലോക പോലീസ് കളിക്കുന്ന അമേരിക്കയ്ക്ക് എതിരെ ചൈനയും ഇന്ത്യയും ഒന്നിച്ചു നിൽക്കേണ്ട ആവശ്യകത ഊന്നിപ്പറഞ്ഞുണ്ടായിരുന്ന കത്ത്. നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഇരിപ്പുവശം ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കും നേരിട്ട് അത് പ്രധാനമന്ത്രിക്ക് കൊടുക്കാതെ നമ്മുടെ പ്രസിഡന്റിന് ആ കത്തയച്ചത്. പ്രസിഡന്റ് അത് എന്തായാലും ഇന്ത്യൻ ഭരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മന്ത്രിസഭാ യോഗമൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ആ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന ഡൊണാൾഡ് ട്രംപിന് ഈ അവിവേകം തോന്നുന്നത്. അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രവൃത്തിയായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ ചൈന ഇന്ത്യ ബന്ധത്തിന് ആക്കം കൂടുകയും ചെയ്തു. അപ്പം അത് തീർച്ചയായിട്ടും
ഗുണകരമാണെന്നാണ്. രണ്ടാമത്, എന്നും പാകിസ്ഥാനെ മുൻനിർത്തി ഇന്ത്യയോട് കളിച്ചുകൊണ്ടിരുന്ന ചൈനയുടെ നിലപാട് തന്നെ മാറി. നിലപാട് മാറിയെന്ന് പറഞ്ഞാൽ, പ്രധാനമന്ത്രി ഒരു പരിപാടിയിൽ വെച്ചിട്ട് പാകിസ്ഥാന്റെ ഈ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെക്കുറിച്ച് സംസാരിക്കുമ്പം പാകിസ്ഥാന് വ്യക്തമായ നിലപാട് ഇന്ത്യക്ക് എടുക്കാം എന്ന ഒരു അവസ്ഥയാണ് അവരുടെ ചിന്തയിലുണ്ടായത്. ഇതിൽ നിന്ന് ഒരു പിടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലായി. നമ്മുടെ ഏറ്റവും വലിയ ശത്രുവും ഏറ്റവും കൂടുതൽ നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന പാകിസ്ഥാൻ ഒരു താക്കീതുമായി ചൈനയുടെ പിന്തുണയില്ലാതെ ഒരിക്കലും പാകിസ്ഥാന് ഇന്ത്യയുടെ അടുത്ത് കളിക്കാൻ കഴിയില്ല. അപ്പം യഥാർത്ഥത്തിൽ അതിനൊരു തടയിടാനും കഴിഞ്ഞു, ശത്രുവായിട്ട് നിന്ന ഒരു രാജ്യത്തെ നമ്മുടെ മിത്രമാക്കാനും കഴിഞ്ഞു. അങ്ങനെ യഥാർത്ഥത്തിൽ അമേരിക്കൻ പ്രസിഡന്റിന് കക്ഷത്തിരുന്നത് പോവുകയും ചെയ്തു, ഉത്തരത്തിരുന്ന് എടുക്കാനും കഴിയാത്ത അവസ്ഥയിലേക്ക് വന്നു എന്നുള്ളതാണ് ഈ താരിഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെ ഇന്ത്യക്ക് അതിജീവിക്കാൻ കഴിയും, ഒരു പ്രശ്നവുമില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അമേരിക്കൻ പ്രസിഡന്റ് കഴിഞ്ഞ വാർത്തകളൊക്കെ കേട്ടത് ഒരു ദിവസം 3-4 പ്രാവശ്യം വിളിക്കുന്നു എന്നാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് അത് മുഖവിലയ്ക്ക് എടുക്കുന്നില്ല, റോങ് നമ്പർ എന്ന് പറഞ്ഞ് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലേക്ക് അമേരിക്കയ്ക്ക് യാതൊരു വിധത്തിലും ഒരു ലോകരാജ്യത്തിന്റെ മുൻപിൽ ഒരു വിലയുമില്ലാത്ത രീതിയിലേക്കാക്കി എന്നുള്ളതാണ്. ഇതിനേക്കാൾ വലിയൊരു കാര്യം, അമേരിക്കൻ പ്രസിഡന്റ് ഇനിയിപ്പം ലോകത്തോട് സമാധാനം പറയുന്നതിൽ കൂടുതൽ അവിടെയുള്ള പ്രതിപക്ഷത്തിനോട് ഇതിന്റെ സമാധാനം പറയേണ്ടി വരും. അപ്പം അദ്ദേഹം വ്യക്തിപരമായിട്ടും രാഷ്ട്രപരമായിട്ടും ഇതിനെ അതിജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് വെച്ചടി കയറുകയുള്ളൂ. ഇന്ന് സമ്പദ് വ്യവസ്ഥ വളരെ ഭദ്രമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. വരുന്ന ആളുകളിൽ അത് 3-ാം സ്ഥാനത്തും 2-ാം സ്ഥാനത്തും ഒക്കെ ആയിട്ട് വരും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, സന്തോഷം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് വളരെ. ഓക്കെ, നമസ്തേ.